ഞാൻ വന്നേന്ന് സർവമ്മയുടെ റിവ്യൂ ആയിട്ടാണ്. ഞാൻ ഈ ഞായറാഴ്ചയാണ് പോയത്. പോയിട്ട് വന്ന് കുറച്ച് തൊണ്ടയൊക്കെ കടഞ്ഞ് മൂക്ക് കടച്ചിരുന്നു. അതുകൊണ്ട് ഒരു 1-2 ദിവസം കഴിഞ്ഞ് എടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് ലേറ്റായി പോയത്. സോ നമുക്ക് റിവ്യൂയിലേക്ക് പോവാം. സർവമ്മ നല്ലൊരു ഫീൽ ഗുഡ് പടം. നിവിൻ പോളിയുടെ ഒരു കംബാക്ക്, നല്ലൊരു കോമഡിയൊക്കെ ഉള്ളൊരു പടം. ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് നിവിൻ പോളി, റിയ ഷിബു, അജു വർഗീസ്, ജനാർദ്ദനൻ, പ്രീതി മുകുന്ദൻ, മധുവരും, അങ്ങനെ കുറേ പേര്. പിന്നെ ഈ പടം എഴുതിയിരിക്കുന്നത്, ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അഖിൽ സത്യൻ. ഈ പടത്തിൽ എഡിറ്റ് ചെയ്തിരിക്കുന്നത് അഖിൽ സത്യനും രതിൻ രാധാകൃഷ്ണനും. പിന്നെ സിനിമാറ്റോഗ്രഫി ഒന്ന് ശരൺ വേലായുധൻ, മ്യൂസിക് ജസ്റ്റിൻ പ്രഭാകരൻ. ഇവരൊക്കെയാണ് ഈ പടത്തിൻ്റെ കാസ്റ്റും ക്രൂവും. ഈ പടം ഒരു നല്ലൊരു ഫീൽ ഗുഡ് ഹൊറർ കോമഡി അങ്ങനെ എല്ലാ ജോണറും കൂടി ചേർന്ന ഒരു ലൈറ്റ് പടം. ഈ പടത്തിൻ്റെ മ്യൂസിക്കൊക്കെ ഭയങ്കര ഒരു ഫീൽ ഗുഡായിട്ടുള്ളൊരു മ്യൂസിക്കാണ്. പടം മൊത്തത്തിൽ ഒരു ലൈറ്റ് മൂവിയാണ്. നമുക്ക് എല്ലാവർക്കും തിയേറ്ററിൽ പോയിരുന്ന് ഫാമിലിയൊക്കെ ആയിട്ട് പോയിരുന്ന് കാണാൻ പറ്റിയ ഒരു പടമാണ്. ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഒരു മ്യൂസീഷ്യനായ നായകൻ, ഒരു ഏത്തിസ്റ്റ്, പുള്ളിക്കാരൻ ഫിനാൻഷ്യൽ അൺസ്റ്റേബിളൊക്കെ ആകുമ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. അവിടെ വെച്ച് പുള്ളിക്കാരൻ ഒരു പ്രേതമൊക്കെ ആയിട്ട് പ്രേതത്തെ കാണുന്നു. പ്രേതം പിന്നെ ഒരു ഓർമ്മയില്ലാത്തൊരു പ്രേതം. പിന്നെ അവർ തമ്മിലുള്ള ഒരു ബോണ്ടും പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ പടം പോകുന്നത്. ഹൊറർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് പ്രേതമാണെന്നേ പറഞ്ഞുള്ളൂ. നമ്മൾ പേടിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു ഫീൽ ഗുഡായിട്ട് നല്ല കോമഡിയൊക്കെ ആയിട്ട് പോകുന്നൊരു പ്രേതം. ഈ പടത്തിൽ നെഗറ്റീവായിട്ട് പറയാൻ വലുതായിട്ടൊന്നുമില്ല. കുറച്ച് അങ്ങനെ കുറച്ചായിട്ടും പറയാനൊന്നുമില്ല. എനിക്ക് ആകെപ്പാടെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ പടത്തിൻ്റെ ക്ലൈമാക്സാണ്. പടം ഒരു എടുത്ത് വെച്ച് നിൽക്കും, പിന്നെ ഒരു അവസാനം ഒരു സീനും കൂടി വരും. പക്ഷെ അത് എന്താണെന്ന് എനിക്കത് മനസ്സിലായിട്ടില്ല. അല്ലാതെ ഈ പടത്തിന് വലിയ നെഗറ്റീവൊന്നുമില്ല. നല്ലൊരു പോസിറ്റീവ് പടമാണ്. പിന്നെ പടത്തിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ 2 മണിക്കൂർ 26 മിനിറ്റ് എന്തേ ഉള്ളൂ. പക്ഷെ പടം നമുക്ക് അത്ര സമയം ഉണ്ടോയെന്ന് നമുക്ക് തോന്നിക്കില്ല. പടം വലിയ ലാഗില്ലാതെ പെട്ടെന്ന് തീർത്തളായി. നല്ല രസമാണ് കണ്ടൊക്കെ ഇരിക്കാൻ. മൊത്തത്തിൽ പറഞ്ഞാൽ നല്ല പോസിറ്റീവ് റിവ്യൂസൊക്കെ ഉള്ള നല്ല ഫാമിലിയൊക്കെ ആയിട്ട് കാണാൻ പറ്റിയ നല്ലൊരു പടം. എല്ലാവരും പോയി കാണുക, എൻജോയ് ചെയ്യുക. എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ ആയിട്ട് അടിപൊളിക്കുക. അപ്പോൾ ഇതോടെ ഈ റിവ്യൂ നിർത്തുന്നു. ബൈ.